കേരളത്തിലെ 4 കോടി ജനങ്ങൾ അവരാണ് ഇതിന്റെ ഇരകൾ. ഇരകൾക്കാണ് തോന്നേണ്ടത് ഒരു ദുരന്ത സാധ്യത നിലനിൽക്കുന്നു. നമ്മളോട് ദയവില്ലാത്ത ഒരു ഇരിച്ചു ദയ പോലും കരുണ പോലും കാണിക്കാത്ത ഒരു ഗവൺമെന്റിനും ജനങ്ങൾക്ക് നമ്മൾ വെള്ളം കൊടുക്കണോ? അവർക്ക് വെള്ളം വേണമെങ്കിൽ സി ജോസഫ് വിജയ് മുട്ടിലടഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ കണ്ട് എങ്ങനെ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാം? എന്തിനാണ് ഇനി ഒരു കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ? 130 വർഷം കഴിഞ്ഞ ഒരു ഡാം, 240 ഭൂകമ്പങ്ങൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ഒരു സംസ്ഥാനത്ത് നിൽക്കുന്നതിന് ഇനി എന്നൊരു കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ? ഇവിടെയുള്ള പ്രധാനമായ പ്രശ്നം എന്ന് വെച്ചാൽ 4 കോടി ജനങ്ങളിൽ എത്ര കോടികൾ വേണ്ട, എത്ര ആയിരങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധമുണ്ട്? കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇത് പൊളിച്ചു കളയാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ പറയുക. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മന്ത്രിയെ പൊട്ടനാക്കി വെച്ചു. നിങ്ങൾ 142 അടിയിൽ നിന്ന് 152 അടിയിലേക്ക് ജലനിരപ്പ് കൂട്ടാനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം തരില്ല. അത് പറയാനുള്ള ആർജവം ഇവിടുത്തെ ഗവൺമെന്റിന് വേണം. ഞാൻ ഈ കേരളത്തിലെ ഇരകളാകാൻ പോകുന്ന ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് എന്റെ ശ്രമം വിജയിച്ചിട്ടൊന്നുമില്ല. അത് വിജയിക്കുന്ന കാലത്ത് ഡാം പനിയെ തെറിക്കും തമിഴ്നാട്ടിലേക്ക്. സ്വാഗതം. മുല്ലപ്പെരിയാർ വീണ്ടും സജീവ ചർച്ചാ വിഷയമാകുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് സ്ഥാനമേറ്റതിനു ശേഷം തമിഴ്നാട് സർക്കാർ സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ. ഒപ്പം തന്നെ തമിഴ്നാട് ബജറ്റിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രത്യേക നടപടികൾ ഉണ്ടാകും എന്നുള്ള തരത്തിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ സജീവ ചർച്ചാ വിഷയമാണ്. ഈ അവസരത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്ന അഡ്വക്കേറ്റ് റസൽ ജോയി നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത്, ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചർച്ചകൾ വളരെ സജീവമാകുന്നു. കേരളത്തിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര നിയമപരമായ നീക്കങ്ങൾ നടക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ വരുന്നു. അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ ഒരു ജീവൻ മരണ പോരാട്ടമായി അതിനെ കാണുന്നു മുല്ലപ്പെരിയാർ വിഷയം. പക്ഷേ കേരളം കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. നിയമ നടപടികളുമായി അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ, വേണ്ടത്ര രേഖകൾ ഹാജരാക്കുന്ന കാര്യത്തിൽ, ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ പിന്നാക്കം പോകുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. എന്നാണ് താങ്കൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, India has 28 states and 8 union territories. I wish 21 states and 8 union territories a happy Independence Day, excluding the state of Kerala. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ഏറ്റവും വലിയ സ്ലോഗൻ ഉണ്ടായത് മഹാത്മാഗാന്ധിയുടെയാണ്. 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതി മുംബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യോഗത്തിൽ വെച്ച് മഹാത്മാഗാന്ധി പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ. വേറൊരു കാര്യം കൂടി മഹാത്മാഗാന്ധി പറഞ്ഞു, ഡു ഓർ ഡൈ. ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. മാനാഭിമാനത്തോടെ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. 1942 ഈ സംഭവം. 3 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യ സ്വതന്ത്രയായി. പക്ഷെ കേരളം മാത്രം സ്വതന്ത്രയായില്ല. എങ്ങനെ ഞാനൊരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കേരളത്തിന് നേരും? നമ്മൾ ഇപ്പോഴും ബ്രിട്ടീഷുകാരനുണ്ടാക്കിയ ഒരു കരാറിൻ്റെ അടിമത്തത്തിലാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെ വെല്ലുവിളിച്ചുകൊണ്ട് വേറൊരു സംസ്ഥാനം കയറി ഭരണം നടത്തുന്നു. ആ ഭരണം നമ്മുടെ മരണത്തിലേക്ക് നയിക്കുന്നു. കാരണം ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിൽ 1000-ഓളം കെമിക്കൽ ഫാക്ടറീസ് ഉണ്ട്. 1,00,000-ഓളം ഫാക്ടറീസ് ഉണ്ട്. പക്ഷെ 1000-ഓളം കെമിക്കൽ ഫാക്ടറീസ് ഉണ്ട്. അതിൽ പലതിലും വിഷവാതകങ്ങളായ ഈഥേനും ബെൻസീനും ഒക്കെ സംഭരിച്ചു വെച്ചിരിക്കുന്നു. ഒരെണ്ണം പൊട്ടിയാൽ പോരെ, കേരളം കംപ്ലീറ്റ് ജീവനുള്ളത് മുഴുവനും നശിക്കും. അപ്പം എൻ്റെ സ്ട്രഗിൾ എന്താണ്? ജീവന് വേണ്ടിയുള്ള സ്ട്രഗിളാണ്. മഹാത്മാഗാന്ധിയുടെ സ്ട്രഗിൾ എന്തായിരുന്നു? രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. അവിടെ ജീവന്റെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഏത് സമരമാണ് 1 ഡിഗ്രിയെങ്കിലും മേലെ നിൽക്കുന്നത്? എൻ്റെ സമരമല്ലേ? അന്ന് രാജ്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധി ഡു ഓർ ഡൈ എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നതും അതാണ്. ഒന്നുകിൽ ഡു ഓർ ഡൈ. അത് തന്നെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കവി പാടിയില്ലേ, പാരതന്ത്ര്യം
മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ ചാവേറിന്റെ നാട്ടിലെ യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ അഭിമാനത്തോടെ ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക, പോരാടി മരിക്കുക എന്നുള്ളതാണ്. കേരളം അങ്ങനെ ഒരു പാരതന്ത്ര്യത്തിൽ കഴിയണമെങ്കിൽ കേരളം നിയമ പോരാട്ടം നടത്താതിരുന്നിട്ടല്ല മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ജലവിഭവ മന്ത്രിമാരൊക്കെ വളരെ കാര്യക്ഷമമായി മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. തമിഴ്നാട് അതിലേറെ ശക്തമായി സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും, അല്ലെങ്കിൽ തമിഴ്നാട്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാടിന്റെ ഒരു ഭരണത്തിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഇപ്പോഴും കേരളം കഴിയേണ്ടി വരുന്നു എന്ന് സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ്? കാരണം കേരളത്തിന്റെ പ്രവിശ്യയിൽ, കേരളത്തിന്റെ മണ്ണിൽ വേറൊരു സംസ്ഥാനത്തിന് ഭരണം. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അതില്ല. അവർക്ക് വെള്ളം കൊടുക്കുന്നു. വെള്ളമല്ല, സ്ഥലം തന്നെ കൊടുത്തിരിക്കുവാണ് പാട്ടത്തിന്. അത് ആരാ കൊടുത്തത്? നമ്മൾ കൊടുത്തതല്ല, ബ്രിട്ടീഷുകാർ കൊടുത്തതാണ്. 1886 ബ്രിട്ടീഷുകാരാണ് കൊടുത്തത്. ആ കരാറ് പേറേണ്ട യാതൊരു കാര്യവും കേരളത്തിലെ പൗരജനങ്ങൾക്കില്ല. ഇന്ന് അവരുടെ മരണ വാറണ്ടായിട്ട് അത് നിൽക്കുമ്പോൾ ഒട്ടുമില്ല. സത്യമല്ലേ ജയിക്കുള്ളൂ? അസത്യത്തിനു വേണ്ടി കേരള സർക്കാർ പോരാടിയ ജയിക്കോ? നാളിതുവരെയുള്ള കേരളം നടത്തിയ സുപ്രീം കോടതിയുടെ കേസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. ഒന്നാമത് ഡാമിന്റെ പഴക്കം, 130 വർഷത്തെ പഴക്കം. ഞാൻ സുപ്രീം കോടതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഫിജി ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. നാളിതുവരെയുള്ള കേസ് നടത്തിയ കാര്യം പറയാം. നാളിതുവരെ കേസിൽ സുപ്രീം കോടതിയെ കേരള സർക്കാർ മിസ്ലീഡ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ കള്ളം പറയുന്നവനാവും ഇവിടെ ഇരുന്നുകൊണ്ട്. സുപ്രീം കോടതിയെ കേരള സർക്കാർ മിസ്ലീഡ് ചെയ്തു. എന്തുദ്ദേശത്തിൽ? കേരളത്തിന് നാശം വരുത്തി വെക്കാൻ കേരളം എങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടും? ഞാൻ പറയാം. കോടതിയെ മിസ്ലീഡ് ചെയ്യും. ഞാൻ പറയാം. ഒരു സുപ്രീം അതോറിറ്റിയെ എങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ കേരളത്തിന് കഴിയും? അതാണ്, ഏത് കോടതിയെ മിസ്ലീഡ് ചെയ്യാൻ പറ്റും, മിസ്ഗൈഡ് ചെയ്യാനും പറ്റും. കാരണം കോടതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നാണ് സങ്കല്പം. ദൈവമല്ലല്ലോ, മനുഷ്യനാണ്. അവരെ മിസ്ഗൈഡ് ചെയ്യാൻ പറ്റും, മിസ്ലീഡ് ചെയ്യാനും പറ്റും. അതവിടെ നിൽക്കട്ടെ. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിന് ഈ ചാനൽ മതിയാവില്ല. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഏറ്റവും ശക്തമായ ഹോളിസ്റ്റിക് എക്സാമിനേഷൻ നടന്നത്, മുല്ലപ്പെരിയാർ ഡാമിൽ ശക്തമായ പരിശോധന നടന്നത് സുപ്രീം കോടതി നിയമിച്ച എംബോർഡ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ്. ഈ മേൽനോട്ടത്തിൽ 46 വർഷം മുമ്പ്, അതിനുശേഷം ഒരു സമഗ്രമായ പരിശോധന നാളിതുവരെ നടന്നിട്ടില്ല എന്നും കൂടി ചേർത്ത് വായിക്കണം. 80s ഒരു ഹോളിസ്റ്റിക് എക്സാമിനേഷൻ നടത്തി. ആ എക്സാമിനേഷനിൽ ഏറ്റവും ചെറിയ എക്സാമിനേഷൻ, ഒരു പെൻഡുലം ഇട്ട് നോക്കിയിട്ടും ഡാം എങ്ങനെയാണ് സ്ഥിതി എന്ന് നോക്കിയപ്പോൾ 20 ഡിഗ്രി റിസർവോയർ സൈഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നു. അതിപ്പോ ഇച്ചിരി കൂടി കൂടിയിട്ടുണ്ടാവും, 1 ഡിഗ്രി എങ്കിലും കൂടിയിട്ടുണ്ടാവും. ഈ വിവരം സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് എത്തിച്ചോ? നമുക്ക് എവിടെയാണ് സുരക്ഷിതത്വം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. ഇനിയും ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ്, ഇന്ന മതത്തിൽപ്പെട്ടവനാണ്, ഇന്ന ജാതിയിൽപ്പെട്ടവനാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ അങ്ങോട്ട് പോകും. നിന്റെയൊക്കെ ജീവനാണ് നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പൊ അന്ന് ആ പെൻഡുലം എക്സാമിനേഷനിലൂടെ 20 ഡിഗ്രി ചരിഞ്ഞു കിടക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിയ ഒരു എഞ്ചിനീയർ ഹൃദയവേദനയോടെ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി തന്നു എനിക്ക്. ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കി. ഈ ഡാം 20 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായി പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേദന തോന്നിയ കാര്യമാണ്. അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. അതിൽ കൃത്യമായ ഇൻഫറൻസ് വന്നിട്ട് അത് കോടതിയിൽ എത്തിയില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് ശ്രീ ജോർജ് ഡാനിയലിന് വിഷമമുണ്ടായിരുന്നു. എത്ര വർഷം മുമ്പാണ്? 80s, 1980. 46 വർഷം മുമ്പ്. പിന്നെ ഒരു റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ വെച്ചിട്ട് പരീക്ഷണം നടത്തി. ശ്രീ എ കെ ആന്റണിയിലേക്ക് ഞാൻ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എ കെ ആന്റണി പറഞ്ഞു, ഒരു ഉത്തരവ് കൊടുത്തു നേവിക്ക്. അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ നേവിയിലെ മുങ്ങൽ വിദഗ്ധർ വന്ന് മുല്ലപ്പെരിയാറിന്റെ അടിത്തറ തൊട്ട് മുങ്ങിക്കിടന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടു ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ എ കെ ആന്റണി.
നേവി സുസജ്ജമായിട്ട് എയർപോർട്ടിൽ വന്നിറങ്ങി. അപ്പോഴേക്കും ശ്രീ ചിദംബരത്തിന്റെ ഇടപെടലുണ്ടായി. ചിദംബരം വേറൊരു മിനിസ്റ്റർ ആയിരുന്നു, അതേ മിനിസ്ട്രി തന്നെ, തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിയാണ് പി ചിദംബരം. അദ്ദേഹത്തിന്റെ ഇന്റർഫിയറൻസ് ഈ വിഷയത്തിലുണ്ടായി. ശ്രീ AK ആന്റണി പറഞ്ഞു വിട്ട നേവി ഉദ്യോഗസ്ഥന്മാർ കെട്ടും പാണ്ടവും എടുത്ത് തിരിച്ചു വണ്ടി കയറി. അപ്പൊ AK ആന്റണി ആരായി? കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും അത്യുന്നത പദവിയിൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ശ്രീ AK ആന്റണിയുടെ ഉത്തരവിന് എന്ത് സംഭവിച്ചു? ഇനി ഞാൻ പറയാം. നേവിയുടെ കാര്യം പോട്ടെ. റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ച് മുല്ലപ്പെരിയാർ ഡാമിൽ പരിശോധന നടത്തി 300ഓളം CD ഉണ്ടാക്കി. 10-12 CD ആണ് സുപ്രീം കോടതിയിൽ എത്തിയുള്ളൂ. ബാക്കിയുള്ള സുപ്രീം കോടതി CDകളൊന്നും സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല കേരള ഗവൺമെന്റ്. കേരള ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരെ മാത്രം ചേർത്തല്ല പറയണം, ഉദ്യോഗസ്ഥന്മാരെ ചേർത്ത് വേണം. കേരള ഗവൺമെന്റില് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റില് തമിഴ്നാട് പക്ഷപാതികളായ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കൃത്യമായി സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഇരുന്നുകൊണ്ട് കളിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. ഇനി എന്തെങ്കിലും കേരള വിരുദ്ധത കാണിച്ചാല് ഞാൻ പറയുന്നു, നിങ്ങളെയൊക്കെ അകത്താക്കാൻ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ സജ്ജമാണ്, ഇവിടുത്തെ റൂൾ ഓഫ് ലോ സജ്ജമാണ്. അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇനി വേഷം കെട്ട് കാണിക്കരുതെന്നാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയായാലും ഈ 300 CD എടുത്തല്ലോ, അതിൽ 10-12 CD മാത്രം സുപ്രീം കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് വേറെ ഒരു CDയും അവർ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. സുപ്രീം കോടതി വിറയ്ക്കും. അതുകൊണ്ടാ ഇങ്ങനെ എണ്ണി പറയാൻ 1000 കണക്കിന്. ഞാൻ ഇപ്പോ ഞാൻ കൊടുത്തിരിക്കുന്ന കേസില് നാളിതുവരെ വിവിധ കമ്മിറ്റികൾ ഇപ്പൊ തന്നെ കേരള സർക്കാർ ആരോ ഒക്കെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ. കേൾക്കാൻ രസമുണ്ട്. എന്തിനാണ് ഇനി ഒരു കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ? 130 വർഷം കഴിഞ്ഞ ഒരു ഡാം, 240 ഭൂകമ്പങ്ങൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ഒരു സംസ്ഥാനത്ത് നിൽക്കുന്നതിന് ഇനി എന്നൊരു കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ? അപ്പോ നാളിതുവരെ നടത്തിയ സകല പരീക്ഷണങ്ങളും സകലതും മടക്കി കെട്ടുക, ഇനി ഡാം പൊളിച്ചു കളയുക, അത്രേ വേണ്ടൂ. ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവനാണ്, നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവനാണ്, നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ജീവനാണ്, മാതാപിതാക്കളുടെ ജീവനാണ്. ഇന്ന് അമേരിക്ക 2025 100ഓളം ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്തു. 100 ഡാംസ്. ആലോചിച്ച് നോക്ക്, ഒറ്റ വർഷം 2025 എന്ന് പറയുന്ന ആ വർഷം അമേരിക്കയിൽ 100 ഡാംസ് ഡീകമ്മീഷൻ ചെയ്തു. എന്താണ്? ഒരാളുടെ ജീവന് പോലും ആ ഭരണകൂടം അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കുണ്ട് ഇവിടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ്. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം എപ്പോൾ ഡീകമ്മീഷൻ പൊളിച്ചു മാറ്റാമായിരുന്നു? അതായത് ഏകദേശം 40 വർഷത്തിന് ശേഷം മാറ്റേണ്ടതായിരുന്നു ഈ മുല്ലപ്പെരിയാർ. 62 വർഷം മുമ്പ് മാറ്റേണ്ടതായിരുന്നു. അതായത് 40 വർഷത്തെ പഴക്കം മതിയായിരുന്നു, കാലാവധി മതിയായിരുന്നു. അതല്ല, 62 വർഷം മുന്നേ ഡീകമ്മീഷൻ ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞതാണ്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറഞ്ഞത് ഡോക്ടർ KC തോമസ് ആണ്. സെൻട്രൽ വാട്ടർ കമ്മിറ്റി ചെയർമാനായിരുന്ന മലയാളിയായിരുന്ന മനുഷ്യൻ. മലയാളി ആയതുകൊണ്ട് പറഞ്ഞതൊന്നും അല്ല അദ്ദേഹം. ഡാമിന്റെ അപകട സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. 62 വർഷമായി. നമ്മുടെയൊക്കെ ആയുസിന്റെ ബലം കൊണ്ട് അത് അവിടെ ഇപ്പോഴും നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ കൂടെ ഒരു സർക്കാർ നിൽക്കുന്നില്ലെങ്കിൽ ആ സർക്കാർ നമുക്ക് വേണ്ട എന്ന് പറയാൻ ഈ ജനങ്ങൾ തീരുമാനിക്കണം. ലോകത്തുള്ള റഷ്യൻ റവല്യൂഷൻ ആയാലും ഫ്രഞ്ച് റവല്യൂഷൻ ആയാലും ചൈനീസ് റവല്യൂഷൻ ആയാലും ലോകത്തുള്ള മാറ്റങ്ങൾ സർക്കാർ ഉണ്ടാക്കിയതാണോ? ജുഡീഷ്യറി ഉണ്ടാക്കിയതാണോ? അല്ല, ജനങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇവിടെയുള്ള പ്രധാനമായ പ്രശ്നം എന്ന് വെച്ചാൽ 4 കോടി ജനങ്ങളിൽ എത്ര കോടികൾ വേണ്ട, എത്ര ആയിരങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധമുണ്ട്? ഞാൻ പറയുന്നത് സുപ്രീം കോടതിയിൽ ഏത് വഴിക്ക് നീങ്ങണം. ഇപ്പൊ താങ്കൾ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്. സംസ്ഥാന സർക്കാർ നിയമ പോരാട്ടം നടത്തുന്നുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തമിഴ്നാട് നടത്തുന്നു. അപ്പോ താങ്കൾ എന്തൊക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ആ ഒരു ഹർജിയുമായ ആ പേപ്പറുമായി കടലാസുമായി സുപ്രീം കോടതിയിൽ പോകുമ്പോൾ അത് എന്തൊക്കെയാണ് ബോധിപ്പിക്കാൻ ശ്രമിച്ചത് കോടതിയെ? 2 കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്റെ കേസിൽ സുപ്രീം കോടതിയിൽ. ഒന്ന്, ഡാമിന്റെ പഴക്കം. ഞാൻ ഫിജിയോട് ചോദിക്കുന്നു, ഒരു ഭൂകമ്പം ഉണ്ടായ ഡാം തകരില്ലേ? ഉറപ്പായും തകരും. 240 ഭൂകമ്പങ്ങൾ കേരളത്തിൽ ഉണ്ടായതിന്റെ ശാസ്ത്രീയമായ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് സംഘടിപ്പിച്ച് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്.
അതുകൊണ്ടാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇത് പൊളിച്ചു കളയാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പറയുക. അത് കേരളത്തിലെ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഉത്തരവേ ഇല്ല എന്ന് മന്ത്രിയെ ധരിപ്പിച്ചു വെച്ചിരിക്കുക. അത് ഞാൻ അറിയുന്നുണ്ട്. മനസ്സിലായോ? അവിടുത്തെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഈ നാടിനെ സ്നേഹിക്കുന്ന, ഇവിടുത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ട്. ഞാൻ കൊടുത്തിരിക്കുന്ന പരാതി എന്താണ്? 130 വർഷം പഴക്കമുള്ള ഡാം ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്ത് പൊളിച്ചു കളയുക. ഇതാണ് എൻ്റെ ആവശ്യം. അതിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? പൊളിച്ചു കളയാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പറയണമെന്നല്ലേ? അല്ലേ? എനിക്ക് ഞാൻ പൊളിച്ചു കളയണമെന്ന് പറയുമ്പോൾ സുപ്രീം കോടതി കേരള സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ എല്ലാം കൂടെ അതിന്റെ അർത്ഥം എന്താണ്? ഈ പൊളിച്ചു കളയണം എന്നുള്ളത് നിങ്ങൾക്ക് പൊളിച്ചു കളയാതിരിക്കണം ആണെങ്കിൽ അതിന് മറുപടി പറയണമെന്നല്ലേ? എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മന്ത്രിയെ പൊട്ടനാക്കി വെച്ചിരിക്കുക. അദ്ദേഹത്തിനെ ഞാൻ കാണുന്നുണ്ട്. കറക്റ്റായിട്ട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനെ വിശദീകരിച്ചു കൊടുത്ത് മനസ്സിലാക്കുന്നുണ്ട്. നന്നായിട്ട് അദ്ദേഹത്തെ ബ്രീഫ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മന്ത്രി ശ്രീ മോൻസ് ജോസഫിനെ നേരിട്ട് തന്നെ കണ്ട് അദ്ദേഹത്തെ ഞാൻ ബ്രീഫ് ചെയ്യുന്നതായിരിക്കും. പൊളിച്ചു കളയാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണം. ഒപ്പം സുരക്ഷിതമായി നിലനിർത്തുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യവും അല്ലെങ്കിൽ അതിനുള്ള കാര്യവും ബോധിപ്പിക്കണം. ആ വിശദാംശങ്ങളും അറിയിക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ല, കോടതി ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്യില്ല. ഇന്ത്യയുടെ അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത് പൊട്ടന്മാരാണ് അവിടെ കയറിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ തമിഴ്നാട് സർക്കാരിന് വീണ്ടും ഇപ്പോഴും ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ? തമിഴ്നാട് സർക്കാർ സീനിലില്ല. അവർക്ക് വെള്ളം വേണമെങ്കിൽ ശ്രീ ജോസഫ് വിജയ് മുട്ടിലടഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ കണ്ട് എങ്ങനെ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാം, ഡാമിന്റെ കാര്യമൊക്കെ വിടും. ഈ ഡാമിനെ അവിടെ വേണ്ട. കേരളത്തിൽ നിന്ന് തൊട്ട അയൽവക്കമായ നൈബറിംഗ് സ്റ്റേറ്റ് ആയ തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ ആയിരക്കണക്കിന് വഴികളുണ്ട്. ഡാം തന്നെ വേണമെന്നില്ല. അങ്ങനെ ഇരിക്കെ അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകേണ്ടത് പറയേണ്ടത് കേരളത്തിലുള്ള ആൾക്കാരാണോ? അവർക്കല്ലേ വെള്ളം ആവശ്യമുള്ളത്? നമ്മളൊരു കടയെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വാങ്ങാൻ വരുന്നവന്റെ വീട്ടിലേക്കാണോ ചെല്ലുന്നത്? വാങ്ങാൻ വരുന്നവനാണ് കടയിലേക്ക് വരേണ്ടത്. അല്ല, അത് താങ്കൾ പറഞ്ഞ പോലെ ജോസഫ് വിജയ് ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ചർച്ച നടത്തും വെള്ളത്തിന്റെ ആവശ്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ സാഹചര്യം വെച്ചിട്ട് അത് നടക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പറയാം, തമിഴ്നാടിന്റെയും സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും അല്ലെങ്കിൽ ജോസഫ് വിജയുടെയും ഒക്കെ ഒരു നിലപാട് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അവർക്ക് വെള്ളം വേണം, അത് കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ ഡാം പൊളിച്ചു പണിയാം എന്ന് കേരളം പറയുന്നുണ്ട്. അപ്പോഴും എന്താണ് ആശങ്ക നിൽക്കുന്നത്? വീണ്ടും ഒരു കരാർ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? എഗ്രിമെന്റ് വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ തമിഴ്നാട് കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവ് എങ്ങനെയായിരിക്കും? ഈ ഡാം പൊളിച്ച് പണിയുന്ന സാഹചര്യത്തിൽ എങ്ങനെ അത്രയും കാലാവധി, അത്രയും വർഷം, എത്ര വർഷം എടുക്കുമോ അത്രയും വർഷം, അല്ലെങ്കിൽ എത്ര നാളുകൾ എടുക്കുമോ, അങ്ങനെ തമിഴ്നാടിന് എങ്ങനെ വെള്ളം ലഭിക്കും എന്നൊക്കെയുള്ളതാണ് തമിഴ്നാടിന്റെ ആശങ്ക. ഇത് നമ്മളാണോ പറയേണ്ടത്? എന്റെ ആൻസർ ഫിജിക്ക് മനസ്സിലായി. പറയേണ്ടത് കേരളത്തിലെ ജനങ്ങളോ അല്ല. വെള്ളം ആവശ്യം അവർക്കുണ്ടെങ്കിൽ അവര് തിരുവനന്തപുരത്ത് വന്ന് പറയണം. ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് പറയില്ല, ഞങ്ങൾ 142 അടിയിൽ നിന്ന് 152 അടിയിലേക്ക് ജലനിരപ്പ് കൂട്ടാനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം തരില്ല. അത് പറയാനുള്ള ആർജവം ഇവിടുത്തെ ഗവൺമെന്റിന് വേണം. എന്തൊരു കഷ്ടമാണ്. ഒരു സെക്കൻഡ് പ്രളയമുണ്ടായ കാലം അതായത് 2018 നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പ്രിയങ്കരനായ ശ്രീ പിണറായി വിജയൻ ഒരു കത്തെഴുതി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക്. ഞങ്ങളുടെ നാട് പ്രളയത്തിലാണ്, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, മഴ കനക്കുന്നു, ജനങ്ങൾ മരിച്ചൊഴുകി നടക്കുന്നു, കന്നുകാലികളും മരിച്ചൊഴുകി നടക്കുന്നു, കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു, ഒന്നും ചെയ്യാൻ, അത് നമ്മൾ കണ്ടതാണ്, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി, താങ്കൾ 142 അടിയിൽ നിന്ന് 139 അടിയിലേക്ക് 3 അടി ജലം കുറച്ച് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഞങ്ങൾ 3 അടി ജലം കുറയ്ക്കാനല്ല പോകുന്നത്. നമ്മൾ ദുരിതത്തിൽ കിടക്കുമ്പോൾ, കണ്ണുനീരായി കിടക്കുമ്പോൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കേഴുന്ന ഒരു ജനതയോട് പറയാണ് 142 അടിയിൽ നിന്ന് 139 അടിയിലേക്ക് ജലനിരപ്പ് കുറയ്ക്കാനല്ല ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ 142 അടിയിൽ നിന്ന് 152 അടിയിലേക്ക് കൂട്ടാനാണ് പോകുന്നത് പറഞ്ഞത്.
ആ ഗവൺമെന്റിനും ആ ജനതയ്ക്ക് നമ്മൾ വെള്ളം കൊടുക്കണോ? നമ്മളോട് ദയവില്ലാത്ത ഒരു ഇരിച്ചു ദയ പോലും കരുണ പോലും കാണിക്കാത്ത ഒരു ഗവൺമെന്റിനും ജനങ്ങൾക്കും നമ്മൾ വെള്ളം കൊടുക്കണോ? തീർച്ചയായും അത് ചോദ്യചിഹ്നം തന്നെയാണ്. ഞാൻ പറയുന്നത് സുപ്രീം കോടതി തമിഴ്നാടിന് അനുകൂലമായി, അല്ലെങ്കിൽ തമിഴ്നാടിന് അനുകൂലമായി എന്നുള്ളല്ല, തമിഴ്നാടിന് ഗുണമാകുന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ അവർക്കതൊരു ബലമല്ലേ? അതുകൊണ്ടല്ലേ തമിഴ്നാട് ഇപ്പോഴും ഇതിന്റെ അല്ലെങ്കിൽ ഒരു അധികാരം മുല്ലപ്പെരിയാറിൽ സ്ഥാപിച്ചു നിൽക്കുന്നതും. ഇപ്പോൾ നേരത്തെ തന്നെ ആ കരാറുമായി ബന്ധപ്പെട്ടുള്ള വെള്ളം കൊടുക്കുന്നതായിട്ടുള്ള നീക്കുപോക്കുകളും ചില അധികാരം തമിഴ്നാടിനുണ്ട്. ഒപ്പം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിധികളും ഉത്തരവുകളും ഒക്കെ തമിഴ്നാടിന് പിൻബലമേകുന്നുണ്ട്. അതുകൊണ്ട് തമിഴ്നാട് ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ, നമ്മൾ മുങ്ങിച്ചാകുന്ന 2018 പ്രളയത്തിന് മുങ്ങിച്ചാകാൻ നോക്കിയപ്പോൾ വീണ്ടും വെള്ളത്തിന്റെ അടി കൂട്ടാൻ നോക്കി എന്ന് പറഞ്ഞ മനസാക്ഷിയില്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സുപ്രീം കോടതിയുടെ ഉത്തരവുകളും മറ്റും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിന് എങ്ങനെ അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ കഴിയും? സുപ്രീം കോടതി അൾട്ടിമേറ്റ് ഒന്നുമല്ല, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് സുപ്രീം കോടതി അല്ല. ഇവിടെ ഡെമോക്രസിയാണുള്ളത്. ഡെമോക്രസി എന്ന് പറയുന്നത് 3 ഓർഗൻസ് ഉണ്ട്. ഒന്ന് ജുഡീഷ്യറി, ഒന്ന് എക്സിക്യൂട്ടീവ്, ഒന്ന് ലെജിസ്ലേച്ചർ. ഈ മൂന്ന് ഓർഗൻസും കൂടി ഒന്നായി ചേർന്ന് തീരുമാനം എടുക്കുമ്പോഴാണ് ഒരു തീരുമാനം പ്രാബല്യത്തിലാവുക. അല്ലാണ്ട് സുപ്രീം കോടതി മാത്രം, എത്രയോ സുപ്രീം കോടതി ഉത്തരവുകൾ ഇവിടെ നടപ്പാക്കാതെ ഉണ്ട്. മന്ത്രി തലത്തിലാണോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണോ, എവിടെയാണ് വീഴ്ച പറ്റുന്നത്? വീഴ്ച അവിടെ ഒന്നും അല്ല ഫിജി. ഈ കേരളത്തിലെ 4 കോടി ജനങ്ങൾ, അവരാണ് ഇതിന്റെ ഇരകൾ. ഇരകൾക്കാണ് തോന്നേണ്ടത് ഒരു ദുരന്ത സാധ്യത നിലനിൽക്കുന്നു. അത് തോന്നാത്തോടത്തോളം കാലം ഒരു സർക്കാരിനും ഒരു ജുഡീഷ്യറിക്കും ഒരു എക്സിക്യൂട്ടീവിനും ഈ കേരളത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താനാവില്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ടു നീറ്റ് വിഷയത്തിൽ യുവാക്കൾ ഇറങ്ങി പ്രതിഷേധിച്ച പോലെ, സ്ട്രീറ്റിൽ പ്രതിഷേധിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോ മലയോര ജനങ്ങൾ, അവിടെ കുറച്ചു ഭാഗങ്ങളിലേക്ക് അതിന്റെ ദൂഷ്യം വരുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ മുഴുവൻ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടെ, എറണാകുളം പ്രദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ വെള്ളം പ്രളയക്കെടുതി ഉണ്ടാവും, അല്ലെങ്കിൽ അറബിക്കടലിലേക്ക് പതിക്കും എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ കേരളം ഒത്തിറങ്ങി ജനങ്ങൾ, സാധാരണ ജനങ്ങൾ ഇറങ്ങി തെരുവിലിറങ്ങി പ്രതികരിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? എന്നാലേ സംസ്ഥാന സർക്കാർ ഉണരുകയുള്ളൂ. ഈ താങ്കൾ പറഞ്ഞ ഈ 3 ബോഡികളും, ലെജിസ്ലേറ്റീവും ഇതൊക്കെ, ജുഡീഷ്യറി ഇതൊക്കെ ഉണരുകയുള്ളൂ എന്നാണോ പറയുന്നത്? ഞാനൊരു കാര്യം ചോദിക്കാം. ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് ഫിജി കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ അടവെടുക്കും? അമ്പിളി മാമനെ പിടിച്ചു കൊടുക്കാന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ പോലീസ് വന്ന് പിടിക്കും ചോറുണ്ടില്ലെങ്കിൽ എന്ന് പറയും, കോക്കാച്ചി വരുമെന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ. എന്നിട്ടാണ് കുഞ്ഞിനെ ചോറ് ഊട്ടുന്നത്, അല്ലേ? ഇങ്ങനെ ചോറ് ഊട്ടി കുഞ്ഞിനോട് അമ്മ പറഞ്ഞു കിണർ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. മുറ്റത്തൊരു കിണറുണ്ട്. അപ്പൊ കുഞ്ഞിന് കാണാത്തതൊക്കെ കാണണം, അതാഗ്രഹം. അപ്പൊ കിണർ കാണിക്കാമെന്നും അമ്മ പറഞ്ഞപ്പോ കുട്ടിക്ക് ആകാംക്ഷയായി. ഉടനെ തന്നെ ഒരു ഉരുള അങ്ങ് കഴിച്ചു. എന്തിന്? ഉരുളയ്ക്ക് വേണ്ടിയിട്ടല്ല, കിണർ കാണാനാണ്. അങ്ങനെ അമ്മ ഈ കുഞ്ഞിനെ കിണറിന്റെ അടുത്ത് കൊണ്ടുപോയി. കുഞ്ഞ് ഒരു കയ്യിൽ ചോറ് പാത്രം, മറു കയ്യിൽ ഉരുള, അതിൻ്റെ ഇടയിൽ കുഞ്ഞ് വഴുതി കിണറ്റിലേക്ക് വീണു. അമ്മ എന്ത് പറയും? എന്റെ കുഞ്ഞ് കിണറ്റിൽ പോയി, അങ്ങനെയാ പറയാ. എന്റെ കുഞ്ഞ് കിണറ്റിൽ പോയി, ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നല്ലേ പറയുക. ആ ഒരു ബോധ്യമാണ് കേരളത്തിലെ 4 കോടി ജനങ്ങൾക്ക് വേണ്ടത്. അലറി വിളിക്കണം. തങ്ങളുടെ മക്കളെ നോക്കി, കുഞ്ഞു മക്കളെ നോക്കി, ഈ നാട്ടിലെ യുവാക്കളെ നോക്കി, ഈ നാട്ടിലെ നമ്മുടെ സഹോദരന്മാരെ നോക്കി, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ നോക്കി, ടൂറിസ്റ്റുകളായിട്ട് കേരളത്തിന്റെ മനോഹാരിത കാണാൻ വേണ്ടി വരുന്ന ആയിരക്കണക്കിന് വിദേശ ടൂറിസ്റ്റുകളെ നോക്കി അലറി വിളിക്കേണ്ട സമയം. ആ അലർച്ചയുടെ പിന്നിൽ ഒരു സർക്കാരിനോ ഒരു ജുഡീഷ്യറിക്കോ ഒരു ലെജിസ്ലേച്ചറിനോ നിലനിൽക്കാൻ സാധിക്കില്ല. തെറിച്ചു പോവും ആ അലർച്ചയുടെ മുമ്പിൽ. ഞാൻ ഈ കേരളത്തിലെ ഇരകളാകാൻ പോകുന്ന ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് എന്റെ ശ്രമം വിജയിച്ചിട്ടൊന്നുമില്ല. അത് വിജയിക്കുന്ന കാലത്ത് ഡാം തനിയെ തെറിക്കും തമിഴ്നാട്ടിലേക്ക്. ഡാമൊന്നും അവിടെ നിൽക്കില്ല. കാരണം ഇത് ചാവേറുകളുടെ നാടാണ്. നമ്മുടെ നാടിന്റെ മാനത്തെ കയറി ചവിട്ടി മെതിച്ച സാമൂതിരി എന്ന് പറയുന്ന ആളെ വള്ളുവ നാടിന്റെ ജനങ്ങൾ
സ്വന്തം മക്കളെ രക്തതിലകം ചാർത്തി ചാവേറായിട്ട് സാമൂതിരിയെ വധിക്കാനായിട്ട് ഏർപ്പെടുത്തിയ ഒരു നാടാണ് കേരളം. മനസ്സിലായോ? കേരളം ഭീരുക്കളുടെ നാടല്ല, ധീരന്മാരുടെ നാടാണ്. ഇവിടെ നായർ പടയാളികൾ ഉണ്ടായിരുന്നു, ചേകവന്മാരുണ്ടായിരുന്നു ഇവിടെ. എത്ര നമ്മുടെ മാർഷൽ ആർട്ട് തന്നെ നോക്ക്. കടത്തനാടൻ കളരി എന്ന് പറഞ്ഞാൽ ലോക പ്രസിദ്ധമായിരുന്നു ഒരു കാലത്ത്.